ഗൈസ്, അപ്പൊ അതേ ഞങ്ങള് വാട്ടർമെലൻ പായസം ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ കാണിച്ചു തരാവേ. ഇതേ ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അത് ആൻസി, അത് അഭിരാമി, ഇത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അക്സ, ബിനോയ്. നമ്മൾ പല ടൈപ്പ് പായസങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും വാട്ടർമെലൻ പായസം ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അത് ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആണ്. അപ്പൊ ഈ വീഡിയോയിൽ ഇതെങ്ങനെ ഉണ്ടാക്കും, ഇതിന്റെ റെസിപ്പി എന്താന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതും ഹോസ്റ്റലിൽ വെച്ചിട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ വാട്ടർമെലൻ്റെ ഉള്ളിലെ സീഡ് പുറത്തെടുക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞിതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സീഡ് പയ്യെ പുറത്തെടുക്കണം. കാരണം പായസം ഉണ്ടാക്കുമ്പോൾ സീഡ് ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ അതായിട്ട് ചെയ്തേ. ഞങ്ങൾ മേടിച്ചത് 2 kg വാട്ടർമെലൻ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് വന്നത് ഞങ്ങൾ കുഞ്ഞിതായിട്ട് പിന്നെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഷുഗറൊക്കെ ഇട്ട് ചുമ്മാ തിന്നാൻ വേണ്ടി എടുത്തു കേട്ടോ. എനിക്കിത് നോർമലായിട്ട് കഴിക്കണത്, ജ്യൂസ് അടിച്ച് കുടിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഏത് രീതിയിലായാലും ഞാൻ ഓക്കെ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർമെലൻ. പിന്നെയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ പായസം കിട്ടിയെന്ന് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റുവാണേ. ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. എന്താന്ന് വെച്ചാൽ ഇത് വറുത്ത കോഴി പായസത്തിട്ട് ഇടാൻ കേട്ടോ, എന്നാലും അതിൻ്റെ ആ ഒരു രുചി ഉണ്ടാവത്തുള്ളൂ. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടികളിലേക്ക് കടക്കാൻ പോകുന്നത്. പായസത്തിന് പറ്റിയ പാത്രമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കിട്ടിയ പാത്രം വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കിട്ടിയ പാത്രം വെച്ച് ഓണം പോലെ എന്ന് പറയണ പോലെ കിട്ടിയ പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അത്യാവശ്യം വേണ്ട നെയ്യൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഫസ്റ്റ് തന്നെ ആദ്യമേ പറയാം, ഇതൊരു തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തട്ടിക്കൂട്ട് പായസം മേക്കിംഗ് ആണ്. കാരണം ഞങ്ങളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വാട്ടർമെലൻ പായസം അല്ലേ. ഇതൊരു റെസിപ്പി വീഡിയോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം ഞങ്ങൾ തന്നെ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയോ ഉള്ള സാധനം വെച്ച് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ചുമ്മാ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചാട്ടോ. അല്ലാതെ ഒരു റെസിപ്പി വീഡിയോയേ അല്ല, ഇത് ചെറിയൊരു തട്ടിക്കൂട്ടി വീഡിയോ, അത്രേ ഉള്ളൂ. സേമിയ മിക്സിൽ സേമിയ മാത്രം സെപ്പറേറ്റ് ചെയ്ത് അത് നല്ല ചൂട് നെയ്യിലിട്ട് ഞങ്ങൾ വറുത്ത് കോഴി എടുക്കട്ടെ. ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് അത് അവർ വറുത്ത് കോഴി എടുക്കാതെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമ്മൾ നല്ല നെയ്യിലിട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ. ഇനിയാട്ടോ നമ്മുടെ നല്ല നെയ്യിൽ നമ്മൾ അരിഞ്ഞു വെച്ച വാട്ടർമെലനും കൂടി അതിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചെന്ന് ചൂടായിട്ടൊന്ന് ഒരു തിളച്ച് വന്ന ഒരു പരുവത്തിലാക്കേണ്ടത്. ആദ്യമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പയ്യെ തിളച്ചെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര അധികം ചൂടാക്കുമ്പോൾ ഇത് ഭയങ്കര സ്റ്റിക്കി മാതിരി ഇരിക്കും കേട്ടോ. അതുകൊണ്ട് അത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിട്ട് വരുന്നത്. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് കേട്ടോ. കാരണം എന്താവും ഞങ്ങളുടെ പുതിയ പരീക്ഷകൾ. അപ്പൊ എന്താവും ഒരു പിടിയില്ല. എല്ലാവരും ഭയങ്കര ആകാംക്ഷയായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇതേ പാൽ പാക്കറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ മാതിരി പാലെടുത്തിട്ട് ഒഴിക്കുക. ഇത് അത്യാവശ്യം 2 ഗ്ലാസ് പാലുണ്ട് കേട്ടോ. 2 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. പക്ഷെ ഞങ്ങൾ അധികം വെള്ളം ഒഴിച്ചില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് വലിയ കട്ടി തോന്നിയില്ല പാലിന്. അതുകൊണ്ട് ഞങ്ങൾ വെള്ളം അധികം ഒഴിച്ചില്ല. പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത സേമിയ അതിട്ട് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നേരത്തെ മാറ്റി വെച്ച വാട്ടർമെലനും കൂടി അതിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ഇത്ര സംഭവങ്ങൾ അത്യാവശ്യം ഇട്ട് നല്ല 2 ഇളക്കുമ്പോഴേക്ക് അത്യാവശ്യം നല്ല പായസത്തിന്റെ മണം വരും കേട്ടോ. അങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടോ. അപ്പൊ ഇത്രയുള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.